ഓട്ടോമൊബൈൽ മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റുഡൻറ്റും ജോലിയും ചെയ്യുന്ന ഒരാളാണ് നമ്മൾ പരിചയപ്പെടുന്നത്. നമുക്ക് മൂപ്പര അനുഭവങ്ങളൊന്ന് പങ്കുവെക്കാം. വെൽക്കം പോക്കാളെ. താങ്ക് യു. ഞാൻ പോക്കാടനക്ക് എന്താ വെച്ചാല് ചെറുപ്പം മുതലേ പരിചയമുള്ള ആളാണ്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ തമ്മിൽ സംസാരിക്കുമ്പോൾ ആ ഒരു തമാശ പോവാനുള്ള സാധ്യത കൂടുതലാണ്. അതോടെ ചിരിക്കുന്നത്. എൻ്റെ പേര് മുഹമ്മദ് ഷിബിലി. ഞാൻ വരുന്നത് മലപ്പുറം കോട്ടക്കൽ. പഠിച്ചത് നമ്മളെ കടുങ്ങാത്തുകൊണ്ട് ബാഫക്കി ITI. അവിടെ എന്താ പഠിച്ച്? ഓട്ടോമൊബൈൽ മേഖല. ഓട്ടോമൊബൈൽ. പിന്നെ ഞാൻ ചെറിയ പ്രായമുള്ളെങ്കിലും വലിയ അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതെ. അപ്പോൾ എന്താണ് കോളേജത്തെ അനുഭവങ്ങളൊക്കെ പറയുകയാണെങ്കിൽ, ബാഫക്കിയിലെ അനുഭവങ്ങൾ? ബാഫക്കിത്തെ അനുഭവങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയാണ് ടോട്ടലായിട്ട്. അവിടുത്തെ നിങ്ങളെ സ്റ്റുഡൻസും കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ഇപ്പോഴത്തെ ഓണപരിപാടിയും കാര്യങ്ങളും ഒക്കെ കാണുമ്പോൾ കോളേജൊക്കെ വേറെ ലെവലിലാണ് പോണത്. അപ്പൊ നിങ്ങളൊരു ആ കാലത്തെ പരിപാടിയും കാര്യങ്ങളൊക്കെ അതിന് അങ്ങനത്തെ വിഷയങ്ങളൊന്നുമില്ല. അതൊക്കെ നമുക്ക് അങ്ങനത്തെ ഒരു കുറവ് എന്തിനും തോന്നിയിട്ടില്ല. കാരണം അങ്ങനത്തെ ഒരു വിഷയങ്ങളൊന്നുമില്ല. അവിടുത്തെ ഫ്രണ്ട്സിനൊക്കെ പറ്റി പറയുകയാണെങ്കിൽ നിങ്ങളാ അങ്ങനെ ഇപ്പോഴത്തെ വീഡിയോസും സോഷ്യൽ മീഡിയയിൽ കണ്ട് ഓണപ്പരിപാടി കാര്യങ്ങളൊന്നും കണ്ടുകാണ്ട് അങ്ങനത്തെ പരിപാടി കിട്ടിയിട്ടില്ല. അങ്ങനെ അടിക്കേണ്ട ഒരു ആവശ്യം വന്നിട്ടില്ല. കാരണം പരിപാടികളൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് കിട്ടിയിരിക്കണം. കാരണം ഞങ്ങളൊപ്പം പഠിച്ച ഇപ്പോൾ ചെക്കന്മാരാണെങ്കിലും എല്ലാവരും ഒരേ വൈബാണ്. അപ്പം അങ്ങനെ ആയിട്ട് ITI ആ ടൈം അടിപൊളിയായിരുന്നു മൊത്തത്തിൽ ടോട്ടലായിട്ട്. അപ്പോൾ നിങ്ങൾ ITI കഴിഞ്ഞിട്ടുള്ള അനുഭവങ്ങളാണ് നമുക്ക് കേൾക്കേണ്ടി. ITI കഴിഞ്ഞിട്ടുള്ള ആ കുറച്ച് കാലമാണ് വലിയ അനുഭവങ്ങൾ നേടിയിട്ടുണ്ട്. അത് നമ്മളെ ഒരു ബോൺഫിഗിലോ ഒരു ഇറ്റാലിയൻ കമ്പനി ചെന്നൈയിലാണ് നിങ്ങൾ ഫസ്റ്റ് ആയിട്ട് ഇന്റേൺഷിപ്പിന് പോയത്. ആ ഒരു ഇന്റേൺഷിപ്പിന് പോയത് ആ ഒരു കുറച്ച് കാലത്തെ വലിയ അനുഭവങ്ങൾ കേട്ടിട്ടുണ്ട്. ആ അനുഭവങ്ങളൊന്ന് പങ്കുവെച്ചാണ്. എന്തൊക്കെയാണ് ഇവിടെ നിന്നുള്ള യാത്ര, എങ്ങനെ ഒരു ഫസ്റ്റായിട്ട് ഒരു വിദ്യാർത്ഥി ഒരു ജോലിക്ക് വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ അവനക്ക് ഉണ്ടാവുന്ന ഒരു എക്സൈറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ഒന്ന് എന്തൊക്കെയായിരിക്കും ഒക്കെ ഉണ്ടായിരുന്നു? അതായത് 2024 റബ്ബിൽ ലെവലിനാണ് ഞങ്ങൾ ഫസ്റ്റ് ആയിട്ട് കണ്ട് പോകുന്നത്. കഴിഞ്ഞ കൊല്ലത്തെ റബ്ബിൽ ലെവൽ, അത് കറക്റ്റ് പറയുകയാണെങ്കിൽ ഇതിപ്പോൾ റബ്ബിൽ ലെവൽ മാസമാണ്. കറക്റ്റ് ഒരു വർഷമായി. അവിടെ ഞങ്ങൾ ചെന്നൈയിൽ ഏകദേശം ഒരു 8 വർഷത്തോളമായിട്ട് അവിടെ വർക്ക് ചെയ്തിങ്ങനെ. അല്ല 8 മാസം ഏകദേശം 8 മാസത്തെ അവിടെ വർക്ക് ചെയ്തിങ്ങനെ. അല്ല 8 മാസത്തോളം അവിടെ വർക്ക് ചെയ്തു. ആ 8 മാസത്തെ അനുഭവങ്ങളാണ് നമുക്ക് ആ ഇന്റേൺഷിപ്പിൽ ഉണ്ടായ, നിങ്ങളൊക്കെ ജേണിയിൽ ഉണ്ടായ ആ കാര്യങ്ങളൊന്ന് ഫുള്ളായിട്ടൊന്ന് പറഞ്ഞെടുക്കി. അതൊരു വല്ലാത്തൊരു അനുഭവമാണ്. ചെന്നൈ പോയിട്ട് അങ്ങനെ ഇന്റേൺഷിപ്പ് ചെയ്തത് അതൊരു പ്രത്യേകതരം എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾ ഒറ്റക്ക പോയതല്ല? മൊത്തത്തില് ടോട്ടല് 16 പേരാണ് പോയത് ടോട്ടലായിട്ട്. ഈ ബോൺഫിലോ ഈ ഇറ്റാലിയൻ കമ്പനി. അതെ. അവിടെ എത്തുമ്പോൾ നമ്മളെ ഈ കമ്പനി കാര്യങ്ങളൊക്കെ എന്താണെന്ന് അറിയണ്ടേ. കാരണം ഞങ്ങൾക്ക് ഇത് കോളേജിക്ക് നമ്മളെ പ്ലേസ്മെന്റ് അങ്ങനെ ഉള്ള രീതിയിലൊരു ഇന്റർവ്യൂ, ക്യാമ്പസ് ഇന്റർവ്യൂ രീതിയിൽ നടന്നുകാണ്ട് അതങ്ങനെ സെറ്റ് ആയതാണ്. ഫസ്റ്റ് ആയിട്ട് നിങ്ങൾ 16 പേര് ഇവിടുന്ന് ആ കമ്പനിക്ക് പോണേ ആ ഇന്റേൺഷിപ്പിന് വേണ്ടിയിട്ട്. എന്നിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഉണ്ടായത്? നിങ്ങൾ അവിടുന്ന് കിട്ടി നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള എക്സ്പീരിയൻസും എന്തെങ്കിലും നെഗറ്റീവായിട്ട് കിട്ടിക്കണം, അതൊക്കെ ഒന്ന് പങ്കുവെച്ചാണ്. അതായത് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു മൊത്തത്തില്, അതായത് ഈ ജോലിക്കുള്ള രീതിയിൽ എല്ലാവരും പാടി പോകേണ്ടത്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു നല്ലൊരു അനുഭവമായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. എങ്ങനെയാണ് ഫസ്റ്റ് കമ്പനിത്തെ വർക്കും കാര്യങ്ങളൊക്കെ ഒന്ന് പറയും? ഞങ്ങള് ഇവിടുന്ന് ഒരു ലെറ്റർ തന്നിരുന്നു കോളേജിൽ നിന്ന്. അപ്പൊ അത് ചെന്നൈയില് റെയിൽവേ സ്റ്റേഷൻ വന്ന് ഇറങ്ങിയിട്ട് ഒരു കത്താണ് നമുക്ക്. അതിൽ ഒരു നമ്പറുണ്ട്. അപ്പൊ അതിലേക്ക് വിളിക്കാനാണ് പറഞ്ഞിരുന്ന ആള്. അങ്ങനെ ചെന്നൈയിലെത്തിയിട്ട് വിളിച്ചാൽ മതി, എന്താണ് ഞങ്ങള് പിക്ക് ചെയ്യാൻ വരാന്നുള്ള രീതിയില് റെയിൽവേ സ്റ്റേഷനിൽ അവിടെ എത്തിയിട്ട് വിളിച്ചാൽ മതി. അപ്പൊ അവര് വണ്ടി എത്തി വരാന്നുള്ള രീതിയിൽ സംസാരിച്ച്
അപ്പം അങ്ങനെ അവിടെ എത്തി ഞങ്ങൾ വിളിച്ചപ്പോൾ അയാൾ പറഞ്ഞ് ഇപ്പോൾ ഒരു അരമണിക്കൂർ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രാവിലെ 8 മണിക്കാണ് അവിടെ ചെന്നൈയിൽ വന്ന് ട്രെയിൻ വന്ന് സ്റ്റേഷനിൽ ഇറങ്ങിയത്. അപ്പോൾ അവിടുന്ന് അപ്പോൾ വിളിച്ചതാണ്. അപ്പോൾ ഒരു അരമണിക്കൂർ കൊണ്ട് വരാറുണ്ട്. ഞങ്ങൾ നിന്ന് ഏകദേശം ഒരു 12:30 നേരത്താണ് ആളെത്തേണ്ടത്. അപ്പം തന്നെ ഒരു മൊത്തത്തിലൊരു നെഗറ്റീവ് ഫീല്. ഇതെങ്ങനെ കാര്യങ്ങളൊക്കെ ഫസ്റ്റ് ആയിട്ട് പോകുന്നതുകൊണ്ട് നെഗറ്റീവ് ഫീല്. പിന്നെ എന്താണ് അതുകൊണ്ട് തന്നെ പിന്നെ ആ മുപ്പത് ആള് വന്നുകൊണ്ട് ഞങ്ങൾ പോയിട്ട് നേരെ ആദ്യം കമ്പനിക്കാണ് പോയത്. കമ്പനി പോയതിൻ്റെ ശേഷം അപ്പോഴാണ് ഞങ്ങൾ ഇന്ന കമ്പനിയാണെന്നൊക്കെ അറിയേണ്ടത്. കമ്പനി വന്ന് പിന്നെ അവിടെ നമ്മളെ ഗൈഡ് ചെയ്യാൻ ഒരാളുണ്ടായിരുന്നു. പിന്നെ അവിടുത്തെ കാര്യങ്ങളും അവിടെ ഒരു മീറ്റിംഗ് വെച്ചിരുന്നു. HR സംസാരിച്ച് അങ്ങനെ ഞങ്ങൾ 16 പേരല്ല. അപ്പോൾ ഗ്രൂപ്പായിട്ട് വന്നുകൊണ്ട് കുറച്ച് ഒരു ചെറിയ മീറ്റിംഗ് രൂപത്തിലൊക്കെ വെച്ചുകൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അപ്പോൾ നമുക്ക് മനസ്സിലായത് ഇത് ഒരു കോൺട്രാക്ടർ ബേസ്ഡ് ആയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്നിട്ട് അങ്ങനെ നിങ്ങൾ വർക്കിന് കയറി. അതെ. വർക്കിംഗ് ടൈമും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? അവിടുത്തെ ഭക്ഷണം കാര്യങ്ങൾ ഒക്കെ റൂം കാര്യങ്ങളൊക്കെ അവിടെ തന്നാണോ അതെല്ലാം നിങ്ങൾ പുറത്തുനിന്ന് എടുത്തതോ? ഇന്റേൺഷിപ്പിനാണല്ലോ പോയിട്ടുള്ളത്. ഇതൊരു കോൺട്രാക്ടർ ബേസ്ഡ് ആയിട്ടാണ്. അതായത് നമുക്ക് ഇവിടെ സത്യം പറഞ്ഞാൽ ഇതൊരു ട്രാപ്പാണ്. അതായത് ഇവർക്ക് ഇപ്പോൾ എല്ലാ ഒരുവിധം സ്ഥലത്തൊക്കെ പരിപാടി നടക്കുന്നുണ്ട്. കാരണം ഈ പ്ലേസ്മെന്റ് രൂപത്തിൽ ഇതൊക്കെ പറയുമ്പോൾ ഏജൻസികളാണ്. ഇപ്പോൾ ഏജൻസിയിലേക്ക് നമ്മൾ നമ്മളവിടെ കൊടുക്കുകയാണ്. എന്നിട്ട് അവർക്ക് ഇതേമാതിരി അവർ ചെന്നൈ ഏരിയ പറയുമ്പോൾ ഒരുപാട് കമ്പനികളുണ്ട്. കമ്പനി ഉണ്ടായതുകൊണ്ട് ഈ ട്രെയിനീസിന് ആവശ്യമാണ്. അതായത് ഒരു ബിസിനസ്സാണ് സംഭവം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു കമ്പനി ആണെന്നുണ്ടെങ്കിൽ ഒരു കമ്പനി ഒരു കമ്പനി റണ്ണ് ചെയ്യുകയാണെങ്കിൽ ഒരു കമ്പനി സ്റ്റാഫിനെ വെക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല എക്സ്പെൻസാണ്. ഇപ്പോൾ ഒരു 150 ആൾക്കാർ വർക്ക് ചെയ്യേണ്ട ഒരു കമ്പനി ആണെന്നുണ്ടെങ്കിൽ അതിലൊരു 50 ആൾക്കാരെ അവിടുത്തെ ഒറിജിനൽ സ്റ്റാഫായിട്ടുണ്ടാവുള്ളൂ. ബാക്കി 100 ആൾക്കാരും ട്രെയിനീസ് ആയിക്കാരം. അതെന്താന്ന് വെച്ചാൽ അത് കമ്പനിയുടെ ലാഭമാണ്. അത് എങ്ങനെയാ വെച്ചാൽ ഇവർക്ക് അതായത് ഈ അവിടുത്തെ ഒറിജിനൽ സ്റ്റാഫിന് കൊടുക്കേണ്ട അതിലൊരു 30% 25% സാലറി കൊടുത്താൽ മതി ട്രെയിനീസിന്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ കാരണം ഇത് നമ്മൾ അവരെ സ്റ്റാഫ് എടുക്കേണ്ട അതേ വർക്ക് തന്നെയാണ് നമ്മൾ എടുക്കേണ്ടത്. മാറ്റമൊന്നുമില്ല, സെയിം വർക്കാണ്. സംഭവം ഇങ്ങനെ പറയുകയാണെങ്കിൽ ഇത് എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഈ ഇന്റേൺഷിപ്പിന്റെ പേരിൽ ഇപ്പോൾ ഒരുപാട് കമ്പനികളിൽ ചെക്കന്മാർ വർക്കിന് കയറുന്നുണ്ട്. പക്ഷെ ഒരു 4000-3500 രൂപയ്ക്കാണ് എന്തെങ്കിലും ശമ്പളം കിട്ടുന്നത്. ഇത് ഈ വലിയ വലിയ കമ്പനികൾക്ക്, ഈ കോർപ്പറേറ്റ് കമ്പനികൾക്ക് ഇവർക്ക് പണിയെടുക്കാനും വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? കുറച്ച് ആളുകളെ ശമ്പളത്തിന് കിട്ടണം. അപ്പൊ കുറഞ്ഞ പൈസക്ക് ടൈം ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അതെ അത് 1-2 സ്ലോട്ട് എപ്പോഴും 2 വർഷത്തിന്റെ ഡ്യൂറേഷൻ ഉണ്ടാവുള്ളൂ അവർക്ക്. അപ്പൊ അതാകുമ്പോ അടുത്ത 2 വർഷം കഴിഞ്ഞാൽ അടുത്ത ആ സ്ലോട്ടേക്ക് വേറെ പിന്നത്തെ ബാച്ച് വന്ന് വിദ്യാർത്ഥികൾ വരും. അപ്പൊ ഇവർക്ക് പണിയെടുക്കാൻ ശമ്പളം കൊടുക്കാതെ പണിയെടുക്കാൻ കുറച്ച് ആൾക്കാരെ വേണം. അപ്പൊ ഇതൊരു ട്രാപ്പും കൂടിയാണ്. കുറഞ്ഞ കായ്ക്ക്. അതെ റൂമിലത്തെ അനുഭവങ്ങളൊക്കെ എന്തെങ്കിലും ചെക്കന്മാരൊക്കെ ഒന്നിച്ച് നിൽക്കുമ്പോ ഭയങ്കര രസകരമാവുമല്ലോ. അത് വൈബാണ്. ആ ഒത്തിരി വൈബുകളൊക്കെ പറയുകയാണെങ്കിൽ അന്ന് കാരണം ഇത് ഈ 3 ഷിഫ്റ്റിന്റെ കേസ് പറഞ്ഞാല് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഈ ഉറക്കത്തിന്റെ വിഷയങ്ങള് കാര്യങ്ങള്, പിന്നെ ഈ ഓവർ ടൈം ഉണ്ടാവും ചില ടൈമില്. അപ്പൊ അങ്ങനൊക്കെ ആയിട്ട് ഉറക്കത്തിന്റെ വിഷയം ഭയങ്കര സീനാണ്. പിന്നെ ഈ വർക്കും അങ്ങനെ നല്ല കുറച്ച് റിസ്ക് ഉള്ള ഐറ്റം വർക്കാണ്. പക്ഷെ എന്നാലും 8 മാസം അവിടെ നിൽക്കാൻ കാരണം ചെക്കന്മാരാണ്. ചെക്കന്മാര് വൈബ് ഉണ്ടായതുകൊണ്ടാണ് ആ വൈബിൽ ഇങ്ങനെ നിന്നതാണ് അവിടെ. നിങ്ങൾ വർക്കൊക്കെ പഠിച്ചു വന്നിട്ട് അവിടുന്ന്? വർക്ക് ഇങ്ങനെ പഠിച്ചോന്ന് ചോദിച്ചാല് ഇല്ല. പക്ഷെ എന്റെ ഒരു ഏകദേശ രൂപം കാര്യങ്ങളൊക്കെ മനസ്സിലാവും എന്തൊക്കെ കാര്യങ്ങൾ. ഭയങ്കര അതായത് ഞങ്ങൾ പോയത് ഇതാണ് ഗിയർ മാനുഫാക്ചറിങ്ങിന്റെ ഒരു കമ്പനിയാണ്. അപ്പൊ ഈ CNC ഓപ്പറേറ്ററിംഗ് സെറ്റപ്പാണ്. അതായത് നമ്മള് സാധാരണ നോർമലായിട്ട് പറയുകയാണെങ്കിൽ ഈ ലെയ്ത്ത് വർക്ക് ഉണ്ടാവില്ല, ലെയ്ത്ത് ഓരോ മെഷീൻ ഉണ്ടാവില്ല, ഗ്രൈൻഡിങ്, അതേമാതിരി ഇന്റേണൽ ഗ്രൈൻഡിങ്, ഈ ടീത്ത് കാര്യങ്ങള്, ഡ്രില്ലിങ് പരിപാടികൾ, അങ്ങനത്തെ ഓരോ സെറ്റപ്പുകളാണ്. അത് പറയും ചെന്നൈയിൽ എന്തെങ്കിലും നിങ്ങളെ പ്രൊഡക്റ്റ് എന്താണ് നിങ്ങളെ കമ്പനീന്റെ കാര്യങ്ങളൊക്കെ പറയും. ഞാൻ പറഞ്ഞ പോലെ ഈ ഗിയർ മാനുഫാക്ചറിങ്ങിന്റെ ഒരു കമ്പനിയാണ്. ബോൺഫിഗുറോയി ട്രാൻസ്മിഷൻ എന്നാണ്.
കമ്പനീൻ്റെ പേര്. ട്രാൻസ്മിഷൻ മീൻസ് ഗിയർ ബോക്സ്. അതായത് മെയിനായിട്ട് ചെയ്യേണ്ടത് വെച്ചാൽ സാധാ ഗിയർ ബോക്സുകളല്ല, അതായത് നമ്മളെ ഈ സിമെൻറ്റ് മിക്സറൊക്കെ ഉണ്ടല്ലോ, ഇപ്പം നമ്മൾ റോട്ടിലൂടെ കണ്ട ഈ വലിയ വലിയ ബിൽഡിങ്ങിൻ്റെ വർക്കൊക്കെ നടക്കുമ്പോൾ, അതായത് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ സിമെൻറ്റ് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് വലിയ വലിയ കൺസ്ട്രക്ഷനൊക്കെ യൂസ് ചെയ്യേണ്ട ഓരോ സാധനങ്ങളുണ്ടല്ലോ, സിമെന്റ് മിക്സിംഗ് ഒക്കെ അല്ലേ, അതിന്റെ ഗിയർ ബോക്സ് ആണ്. ആ മിക്സറെ വലിയ റോൾ ഉണ്ടല്ലോ നമ്മളെ വണ്ടി ഉണ്ടാവേണ്ട, ആ സാധനം കറങ്ങുമ്പോ ഒരു ഗിയർ സെറ്റപ്പ് ആണല്ലോ അത്, അതിന്റെ ഗിയർ ബോക്സ് ആണ് നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നത്. പിന്നെ അതുപോലെ ഇറ്റാച്ചി, അതായത് ഇറ്റാച്ചി അതിന്റെ ഗിയർ ബോക്സുകൾ, എക്സ്കവേറ്റർ കാര്യങ്ങൾ, ഹെവി ഡ്യൂട്ടി ആയിട്ടുള്ള ഒരുവിധം മെഷീൻസിൻ്റെ ഒക്കെ, മെഷീൻസ് മീൻസ് നമ്മൾ സാധാ വണ്ടി അല്ലാതെ നമ്മൾ ഈ കൺസ്ട്രക്ഷൻ ഫീൽഡിലൊക്കെ ഉപയോഗിക്കേണ്ട വണ്ടികളുണ്ടാവും, അതിന്റെ അത് ഹെവി ഡ്യൂട്ടി ആയിട്ടുള്ള ഗിയർ ബോക്സുകൾ മാനുഫാക്ചർ ചെയ്യുന്ന ഒരു കമ്പനി. അപ്പോ അവരങ്ങനെ കമ്പനിയിൽ വർക്ക് ചെയ്തു. പിന്നെ അതുപോലെ തന്നെ ഇതുണ്ട്, ഈ കാറ്റാടിയന്ത്രം ഉണ്ടല്ലോ, കാറ്റാടിയന്ത്രം വിൻമില്ല്, അതിന്റെ ഗിയർ ബോക്സ് ഉണ്ടല്ലോ, അതിന്റെ മേലെ ഉണ്ടാവുന്ന ഒരു ഗിയർ ബോക്സ് ഉണ്ട്. അതിന്റെ പ്രൊപ്പലർ ഷാഫ്റ്റ് ഇറങ്ങിക്കാണ്ടുള്ള അതിന്റെ ആ ഗിയർ ബോക്സുകളൊക്കെ മാനുഫാക്ചർ ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അപ്പോ ആ കമ്പനിയിൽ ഒരു ഏകദേശം 8 മാസത്തോളം വർക്ക് ചെയ്തു. നിങ്ങൾ ഈ 16 മാനുഫാക്ചറിംഗിന്റെ 8 മാസം ഉണ്ടായിരുന്നില്ല നിങ്ങൾ കൂടെ വർക്ക് ചെയ്യാൻ? ഇല്ല, അവര് അത് ടോട്ടൽ 16 പേരാണ് ഇവിടുന്ന് പോയത്. പിന്നെ ഒരു 4 മാസത്തിന് ശേഷം പിന്നെ ഓരോരുത്തർ അതായത് 2 ആൾക്കാർ ആദ്യം പോയി, ഓരോ വീട്ടിൽ ഓരോ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പിന്നെ അവിടെ ഓക്കെ അല്ലാത്തതുകൊണ്ടുള്ള വിഷയം കൊണ്ടൊക്കെ ഓരോരുത്തർ ഇങ്ങനെ പോയില്ലേ. അതിന് ലാസ്റ്റ് ഞങ്ങൾ 8 പേരായി. ഞങ്ങൾ 8 പേര് ഏകദേശം 8 പേര് ടോട്ടല്. ലാസ്റ്റ് ഞങ്ങൾ വരാനത്ത് 8 പേരായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നിങ്ങൾ ചെന്നൈയൊക്കെ കറങ്ങി? ചെന്നൈയൊക്കെ ഒരുപാട് കണ്ടു. മറീന ബീച്ചൊക്കെ പോയാ? മറീന ബീച്ച് ഫുഡൊക്കെ എക്സ്പ്ലോർ ചെയ്താ? അതൊക്കെ നമ്മൾ ആദ്യം ചെയ്തത്. എന്തൊക്കെയാണ് കണ്ടത് ചെന്നൈയിൽ എന്താ ഏറ്റവും ഇഷ്ടപ്പെട്ടത്? ചെന്നൈ മൊത്തത്തിലൊരു വൈബാണ്. എന്താണ് വൈബ് എന്ന് ഞാൻ ചോദിക്കണത്? എന്താണെന്ന് വെച്ചാല് ടോട്ടലി ബാംഗ്ലൂരൊക്കെ പോലെ തന്നെ ചൂടുണ്ട്. പിന്നെ അതേമാതിരി നമ്മളെ ഇവിടുത്തെ മാതിരി നമുക്ക് വൃത്തിയും കാര്യങ്ങളൊന്നും പക്ഷെ നമുക്ക് ഓക്കെ ആവില്ല. പക്ഷെ എന്നാലും നമ്മളെ നാട് എന്താണ് ആ ഒരു 8 മാസം നിന്നുകൊണ്ട് എന്താണ് ജീവിതത്തിൽ പഠിച്ചത്? എന്താണ് ജീവിതത്തിൽ പഠിച്ചത് വെച്ചാല് ഇപ്പൊ എനിക്ക് തോന്നണേ അനുഭവങ്ങൾ. അതെ, ഇന്റേൺഷിപ്പിന്റെ പേരിൽ ഇങ്ങനെ ഒരുപാട് പുറത്തേക്ക് വിദ്യാർത്ഥികൾ പോകുന്നുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ വർക്ക് ചെയ്യണവരുണ്ട് പല കമ്പനികളിലും ഇതേപോലെ. പക്ഷെ ഇവർക്ക് വളരെ ചെറിയ ശമ്പളം കൊടുക്കണത്. ഇവർ ഇത്രയും കാലം ഒരു 10, 15, 16 വർഷം പഠിച്ച ഒരു വിദ്യാർത്ഥിക്ക് ഒരു 4000-3000 റുപ്യ, അതും ഈ കാലത്ത്, ഇന്നത്തെ കാലത്ത് ഒരു ബിരിയാണിയോ ഒന്ന് വണ്ടിക്ക് എണ്ണടിക്കാനോ അവൻ്റെ റീചാർജ് ചെയ്യാനുള്ള പൈസയും കൂടി അത് തയ്യണില്ല. എന്നിട്ട് നമ്മളിവിടെ കുറേ യുവജന സംഘടനകളൊക്കെ ഉണ്ട് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് നിൽക്കണേ. പക്ഷെ അവരൊന്നും ഈ കാര്യത്തിൽ ഒന്നും ഇടപെടുന്നൊന്നുമില്ല. അത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് തോന്നുന്നത്? ഇപ്പോഴത്തെ കാലത്ത് എനിക്ക് തോന്നുന്നുണ്ട് ഈ ലഹരിയും കാര്യങ്ങളൊക്കെ വിദ്യാർത്ഥികൾക്ക് ഉണ്ട്. ലഹരിൻ്റെ അവർ എന്താ പറയുക, പല ട്രോമകളിലേക്കും പോകുന്നു, അവർ മെൻ്റലി ഡൗൺ ആവണേ. അവർക്ക് തോന്നുന്നുണ്ട് അവർക്ക് ഈ ശമ്പളം കുറവായതുകൊണ്ട് കൂടിയാണ് അവർ ഹാപ്പി ആവാൻ പറ്റണില്ല, അവരുടെ കാര്യങ്ങൾ നടക്കണില്ല. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയാ? നിങ്ങളെ ഇന്റേൺഷിപ്പ് അനുഭവം ശരിക്കും ഒരു 4000-3000 റുപ്യ കൊടുക്കുന്നത് ഈ കാലത്ത് പോസിബിൾ അല്ലല്ലോ ഇത് ജീവിക്കാൻ ഒരാൾക്ക്. ആണോ? നിങ്ങളായിട്ട് സാറ്റിസ്ഫൈഡ് ആയതാ? അല്ല, സാറ്റിസ്ഫൈഡ് മീൻസ് നമുക്ക് ചെന്നൈയിൽ ഞങ്ങളെ കമ്പനിയിൽ അത്യാവശ്യം സാലറി ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പൊ വർക്ക് ചെയ്യുന്നിടത്ത് ഈ ശമ്പളം തീരില്ല. അതെ, ഇപ്പൊ 4000 റുപ്യയും ഇതൊക്കെ നിങ്ങൾ കിട്ടുന്ന പറഞ്ഞു ഈ ഇന്റേൺഷിപ്പിന്. അതിപ്പോ ഒരു ഇന്നത്തെ കാലത്ത് പോസിബിൾ ആണോ? അതും പുറത്തൊക്കെ പോയി വർക്ക് ചെയ്തിട്ട് 1-2 വർഷം വിദ്യാർത്ഥികളെ ഒരേ നിരക്ക് 4000-5000 ഒരു 100 റുപ്യ നമുക്ക് വണ്ടിക്ക് എണ്ണടിക്കാൻ വേണം. അതെ, അപ്പോൾ ഒരു മാസത്തിന് ഇന്നത്തെ കാലത്ത് ഒരിക്കലും 4000 റുപ്യക്ക് ഒരിക്കലും ജീവിക്കാൻ പറ്റും. ഒരിക്കലും ഒന്നും പറയില്ല, ജീവിക്കാം, പക്ഷെ ഭയങ്കര പ്രയാസമായിരിക്കും. കാരണം ഒരു മാസം വണ്ടിക്ക് എണ്ണ അടിക്കാൻ തന്നെ വേണം ഏകദേശം 3000 റുപ്യേൻ്റെ അടുത്ത് വേണം. ഡെയിലി ഒരു 100 റുപ്യേനെ എണ്ണ നമ്മൾ എന്തായാലും എല്ലാവരും അടിക്കുന്നുണ്ടാവും. അതെ. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ തന്നെ
ഒരു മാസം അടിക്കുകയാണെന്നുണ്ടെങ്കിൽ 3000 റുപ്യേൻ്റെ അടുത്ത് വരും. അപ്പോൾ പോസിബിൾ ആണ് 4000 റുപ്യക്ക്? ഒരിക്കലും പോസിബിൾ അല്ല. അതാണ്, ഒരിക്കലും നടക്കൂല. പിന്നെന്തൊക്കെയാണ് ചെന്നൈയിലെ ആ കമ്പനിയിലെ അനുഭവങ്ങളൊക്കെ പറയുന്നത്? ഞങ്ങൾക്ക് അവിടെ ക്യാബൊക്കെ ആയിരുന്നു. എന്താണ്, അതായത് കമ്പനിയിൽ നിന്ന് റൂമിലേക്ക് പോകാനൊക്കെ. റൂം അത്യാവശ്യം ലോങ് ആണ്, അതാണ് ഏറ്റവും വലിയ റിസ്ക്. അതായത് കമ്പനിയിൽ നിന്ന് 22 കിലോമീറ്റർ അപ്പുറത്താണ് റൂം. വിഷയമില്ല, പക്ഷെ നമുക്ക് ഫീൽ ചെയ്യില്ല. ആകെ ഒരു 20 മിനിറ്റിൻ്റെ റണ്ണിങ് ഉള്ളൂ, ഫുള്ള് ഹൈവേ ആണ്. കമ്പനി ക്യാബ് ഉണ്ടാവും, ക്യാബ് കയറാൻ നേരെ റൂമിൻ്റെ അവിടെ പോയി ഇറങ്ങുക. അങ്ങനെ ഫുൾ ടൈം ക്യാബ് ഉണ്ടാവും, എല്ലാ ഷിഫ്റ്റിലും ഉണ്ടാവും. ടൈമിംഗ് ഉണ്ടാവും, ആ ടൈമിങ്ങിന് അവിടെ എത്തുക, ക്യാബ് അവിടെ ഉണ്ടാവും, കയറുക, പോവുക. അങ്ങനെ വണ്ടിൻ്റെ അങ്ങനെ വിഷയങ്ങളൊന്നുമില്ല. പിന്നെ അവിടുത്തെ മാനേജർമാരും കാര്യങ്ങളൊന്നും അങ്ങനെ വല്ലാതെ റിസ്ക് ഇല്ലാത്തൊരു കേസ്. എങ്ങനെയാണ് പരിഗണിച്ചത്? മാനേജറുകളൊക്കെ ആൾക്കാർ അടിപൊളിയാണ്, മാനേജറുകളൊന്നും വിഷയമില്ല. എത്ര മണിക്കൂർ ഡ്യൂട്ടി? 8 മണിക്കൂർ. ഡ്യൂട്ടി 8 മണിക്കൂർ. ഷിഫ്റ്റ് ഇങ്ങനെ മാറൂലേ? ഷിഫ്റ്റ് ആഴ്ചയിൽ വീക്കിലി ഷിഫ്റ്റ് ഇങ്ങനെ മാറിക്കൊണ്ടേക്കും. പിന്നെ അവിടുത്തെ നിങ്ങള് ഭക്ഷണം കാര്യങ്ങളൊക്കെ കമ്പനി തന്നെ കിട്ടിയത്, അതെല്ലാം നിങ്ങൾ പുറത്തുനിന്ന് ഉണ്ടാക്കലായിരുന്നു? പറഞ്ഞാൽ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ? അതായത് 3 ഷിഫ്റ്റ് ആണ് അവിടുത്തെ വർക്കിംഗ് ഷെഡ്യൂള്. ടൈമിങ് അതായത് മോർണിംഗ് 6 മണി ടു ഉച്ചക്ക് 2 മണി വരെ ഒരു ഷിഫ്റ്റ്. ഉച്ചക്ക് 2 to 10 സെക്കൻഡ് ഷിഫ്റ്റ്. പിന്നെ ഉച്ചക്ക് രാത്രി 10 മണി ടു പുലർച്ചെ 6 മണി വരെ ഒരു ഷിഫ്റ്റ്. അങ്ങനെ 3 ഷിഫ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അതിൽ നമ്മൾ അതിൻ്റെ ടൈമിങ് എങ്ങനെ വെച്ചാൽ വർക്കിന് കയറുമ്പോഴും ഫുഡ് ഉണ്ടാവും, പിന്നെ ഒരു പകുതി ആകുമ്പോഴും ഫുഡ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ വെക്കുമ്പോൾ, അതായത് നമ്മളവിടെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് 2 നേരത്തെ ഫുഡ് കിട്ടും അവിടെ. വർക്കിങ്ങിൻ്റെ ഈ ടൈമിങ് അങ്ങനെ ആയതുകൊണ്ട് 2 നേരത്തെ ഫുഡ് അവിടെ നിന്ന് കിട്ടും. ഒരു നേരത്തെ ഫുഡ് നമ്മൾ നോക്കിയാൽ മതി. അത് നമ്മൾ റൂമിൽ ഫുഡ് എന്താ ഉണ്ടാവല്? ഫുഡ് തമിഴന്മാരെ ഓരോരോ ഐറ്റം സാധനങ്ങൾ ഉണ്ടാവും. ഫുഡൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റിയ നല്ല ഫുഡ് തന്നെയാണ്, ഉഷാറ് ഫുഡാണ്. നിങ്ങൾ എന്താ അങ്ങനെ ഒരു 8 മാസങ്ങൾ അവിടെ യാത്ര ചെയ്ത്? അതെ. 8 മാസം എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഈ ഇന്റേൺഷിപ്പിൽ നിങ്ങൾക്ക് കിട്ടിയ അനുഭവം മൊത്തത്തിൽ എടുത്തു നോക്കുകയാണെങ്കിൽ, ഒരു ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ? അതായത് നമ്മൾ ഈ പഠിപ്പ് കഴിഞ്ഞാണ്ട് നേരെ വർക്കിൻ്റെ ദീകാണ്ടി ഇറങ്ങുകയാണ് നമ്മൾ. അതെ, അത് നമ്മൾ ജേണി നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. അപ്പം അതിൽ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഫസ്റ്റത്തെ ഒരു അനുഭവമാണ് ഒരു വർക്കിൻ്റെ ഒരു പിന്നെ പുറത്ത് പോയിട്ടുള്ള, അതായത് നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ കിടപ്പ് മനസ്സിലായി. കാരണം നമ്മളെ നാട്ടിൽ നിൽക്കേണ്ട ഒരു സുഖം ഇപ്പോൾ വർക്ക് ചെയ്യാനൊക്കെ ആകുമ്പോൾ പുറത്തേക്ക് പോകുമ്പോൾ കിട്ടില്ല എന്ന് മനസ്സിലായി. അതെ, നമ്മളെ ഇത് കിട്ടൂല. ആ നാട്ടിൽ വർക്ക് ചെയ്യുക, നാട്ടിൽ നിൽക്കുക, ആ ഒരു സുഖം ഉണ്ടല്ലോ, അതൊരിക്കലും കിട്ടൂല. അത് മനസ്സിലായി. നമ്മളൊക്കെ ആദ്യത്തെ മൈൻഡ് എന്താണെന്ന് വെച്ചാൽ നേരെ പോവാ, എക്സ്പീരിയൻസ് ആക്കുക, നേരെ പുറത്തേക്ക് കയറുക എന്നുള്ളൊരു മൈൻഡാണ്. അപ്പോൾ എന്താ പറ്റി, അതാണ്ട് കട്ടായി. അതായത് വർക്കിന് പോകുമ്പോൾ, ഇനിയിപ്പോൾ എവിടേക്കാണെങ്കിലും വർക്കിന് പോകുമ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ഇതുണ്ടാവില്ല എന്ന്, നാട്ടിലത്തെ ആ സുഖം കിട്ടൂല. അത് ശരിയാ. പിന്നെ നിങ്ങൾക്ക് ഇപ്പം ഇത്രയും അനുഭവങ്ങളുണ്ടല്ലോ, ഇപ്പം ഈ മേഖലയ്ക്ക് ഇനി വരുന്നവരോടൊക്കെ എന്താ പറയാനുള്ളത് നിങ്ങൾക്ക്? ഈ ITIയിലും നമ്മളെ ഈ ഓട്ടോമൊബൈലൊക്കെ പഠിച്ച് വരുന്ന വിദ്യാർത്ഥികളോട് എന്താണ് അവരോട് പറയാനുള്ളത്? ഈ മേഖലൻ്റെ ഒരു സാധ്യത എങ്ങനെ നിങ്ങൾ കാണുന്നത്? ഇത് ഏതൊക്കെ ലെവലിലേക്ക് പോകും? വാഹനം എന്ന് പറഞ്ഞാൽ എന്തായാലും മനുഷ്യന്മാരുള്ളിടത്തോളം കാലം ഉണ്ടാവും. പക്ഷെ അതിൻ്റെ ഒരു അപ്ഡേഷനും അതിൻ്റെ ഒരു പലരോടും പറയുന്നുണ്ട് ജോലി നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് AI വരുന്നതെന്നൊക്കെ. നിങ്ങൾക്ക് എന്താ അതിനെ പറ്റി പറയാനുള്ളത്? എന്താന്ന് വെച്ചാൽ നമ്മൾ കാലത്തിന് പുറകെ സഞ്ചരിക്കണം. കാലം പോകുന്നതിനനുസരിച്ച് നമ്മളെ നോളജ് കൂട്ടണം. അതായത് ഇപ്പോഴത്തെ പറഞ്ഞില്ല, അതിന് മുമ്പ് ഇപ്പോൾ ഒരു 10 വർഷം അല്ല 10 അല്ല, ഒരു 2000 ഇറങ്ങിയ വണ്ടികളല്ല ഇപ്പോൾ 2025 ഇറങ്ങുന്നുണ്ട്. ഇപ്പോൾ 2025 ഇറങ്ങേണ്ട വണ്ടികളല്ല 2050 ഇറങ്ങിയിട്ട്. അപ്പോൾ ടെക്നോളജി മാറും. അപ്പോൾ അതിൻ്റെ ഇപ്പോൾ ടെക്നോളജിയുടെ ഒപ്പം നമ്മൾ സഞ്ചരിക്കണം. ഈ ഫീൽഡ് എങ്ങോട്ടും പോകില്ല. കാരണം നമ്മളിപ്പോൾ ഇരുന്ന് റോട്ടുമൊക്കെ ഇറങ്ങിയാൽ നമ്മളിപ്പോൾ ഇപ്പോൾ എത്ര മനുഷ്യന്മാരെ കാണണ്ട അതേമാതിരി തന്നെ റോട്ടുമേൽ വണ്ടി ഉണ്ട്. കാരണം ഈ ആൾക്കാർക്ക് ട്രാൻസ്പോർട്ടേഷൻ എന്തായാലും ആണല്ലോ, ഒരു സ്ഥലത്ത് നിന്ന് ഇപ്പം ഇങ്ങോട്ട് പോകാൻ. അല്ല ഇപ്പോൾ മാജിക് ഒന്നും ഇല്ലല്ലോ ഇപ്പോൾ ഇതിൽ. ഇപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് പോകണേ നമുക്കിപ്പോൾ ഈ വണ്ടിയല്ല വേറെ എന്താ ഓപ്ഷന്? അത് വളരെ ഒരു പോയിന്റാണ് പറഞ്ഞത്. ഈ
ഗിയറിന്റെ പരിപാടികൾ ഇപ്പൊ ഈ മെക്കാനിസം പരിപാടികൾ എല്ലാ ഇതിലും ഉള്ളതാണ്. അപ്പൊ അതില്ലാരും പരിപാടി നടക്കൂല. അപ്പൊ കാലം മാറുമ്പോൾ ടെക്നോളജി മാറും. അപ്പൊ ആ ടെക്നോളജി നമ്മൾ പഠിക്കണം. ആ ടെക്നോളജി പഠിക്കുമ്പോഴാണ് നമുക്ക് അതിന്റെ കൂടെ പോകാൻ പറ്റുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ ഫീൽഡും അങ്ങനെ തന്നെയാണ്. അത് അവിടുത്തെ കുറെ അനുഭവങ്ങൾ എന്താണ് അവിടെ വർക്ക് ചെയ്തിട്ടുള്ള സുസുക്കിയില്? ഇപ്പോൾ ഓക്കെയാണ്. അപ്പോൾ നമ്മളെ നാട്ടിൽ തന്നെ ആയതുകൊണ്ട് ഇനിയിപ്പോൾ അങ്ങനെയൊന്നല്ല, ഓക്കെയാണ്. വേറെ ഒന്നും കിട്ടിയാൽ പോവും എന്നുള്ളൊരു ലെവൽക്കാണ് നിൽക്കുന്നത്. അതെ. ഓക്കെ, താങ്ക് യു. പിന്നെ അപ്പം അങ്ങനെയൊക്കെയാണ്. ഓക്കെ, ഇത്രമായി.